ഓജുവിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരി. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്ന നവമി, വലിയ വിവാദമായിരുന്നു. ജോജുവിൻ്റെ മറുപടിയൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്? രഞ്ജിത്ത്, എന്തുകൊണ്ടാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പോസ്റ്റ് പിൻവലിച്ചതെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ജോജു ജോർജ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ചുരുളി സിനിമയെ പറ്റി ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിലാദ്യത്തേത് ചിത്രത്തിലെ അശ്ലീല പദപ്രയോഗം ഇത് ഫെസ്റ്റിവലിന് മാത്രം അയക്കാനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചിത്രീകരിച്ചത്. അതല്ലാത്ത ഭാഗവും ഡബ് ചെയ്തിരുന്നു. പക്ഷെ പുറത്തു വന്ന ഭാഗം അത് ഒരുപാട് തെറ്റായിട്ടുള്ള തെറി പറയുന്ന പല ഭാഗങ്ങളുമുണ്ട്. അത് പിന്നീട് തനിക്കും തന്റെ കുടുംബത്തിനും വലിയ വിഷമമുണ്ടാക്കി. തന്റെ മകൾക്കും വലിയ രീതിയിൽ വിഷമമുണ്ടാകുകയും ആ ചിത്രം എന്തിനാണ് അഭിനയിച്ചതെന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി ഇത്തരത്തിലുള്ളൊരു സിനിമയിൽ അഭിനയിക്കില്ല. ഒപ്പം ആ സിനിമ വലിയ സാമ്പത്തിക ലാഭം നേടിയിരുന്നു. എങ്കിൽ പോലും തനിക്ക് ഒരു പേയ്മെന്റ് തരാതെയാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചതെന്ന വിമർശനമൊക്കെ ജോജു ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾ, അതായത് ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചെമ്പൻ വിനോദുമാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഇവർക്ക് ജോജുവിന്റെ പ്രസ്താവന വളരെ വേദനയുണ്ടാക്കി. ഇതിൽ ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചല്ല ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത്. ഒപ്പം ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം ഇതിന്റെ പഠനം നടത്തി സിനിമ പ്രദർശിപ്പിക്കാവുന്നതാണ് എന്ന ഉത്തരവ് വരെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജോജു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതെന്ന് അറിയില്ല. ഒപ്പം ജോജു ഈ സിനിമയ്ക്ക് വാങ്ങിയ എത്ര രൂപയാണോ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ ഇട്ടത്. ഇതാണ് ഇപ്പോൾ പിൻവലിച്ച നിലയിൽ കാണുന്നത്. ഇതിന് മറുപടിയായി തന്നെ ജോജു വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഇതിൽ ആ പ്രസ് മീറ്റിൽ ജോജു ജോർജ് വെല്ലുവിളിച്ചത് താൻ ഈ സിനിമയ്ക്ക് വേണ്ടി കരാർ ഒപ്പിട്ടതിന്റെ പകർപ്പ് അത് പുറത്തുവിടണം. അതിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ടാവുകയുള്ളൂ. ഈ സിനിമ വിജയമായതിനു ശേഷം താൻ ചോദിച്ചത് കൊണ്ടാണ് ഈ പണം നൽകിയത്, അല്ലാതെ ഈ സിനിമയുടെ ഭാഗമാകുമ്പോൾ തനിക്ക് ശമ്പളം ഒന്നും നൽകിയിരുന്നില്ല എന്ന വാദത്തിൽ തന്നെയാണ് ജോജു ജോർജ് ഉറച്ചു നിന്നത്. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരി പിന്നീട് ഒരു പ്രതികരണവും നടത്താൻ തയ്യാറായില്ല. അതിനൊടുവിലാണ് പോസ്റ്റ് പിൻവലിച്ച നിലയിലും കാണപ്പെടുന്നത്. ഏതായാലും ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ സിനിമാ ലോകത്ത് ഉയർന്ന ഒരു വിവാദം അത് അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കനത്ത മഴ